ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ്റെ എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് വരുന്ന ദിവസമാണെന്ന്. ഇന്നലെ നമ്മൾ CT സ്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇന്ന് വരും. ഞാൻ രാവിലെ എറണാകുളം പോവുകയാണ്. എനിക്ക് ഇന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. രാവിലെ 7:30-ക്കാണ് അപ്പോയിൻമെൻറ്റ്. പിന്നെ അവിടുത്തെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഉച്ച കഴിയുമായിരിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടുത്തെ വണ്ടിയാണ് കേട്ടത്. അവിടെ ഇല്ലില്ല, ഇനി ഇവിടം വരെ ഉള്ളു, കുഴപ്പമില്ല. അപ്പോൾ അല്ല ചേട്ടാ, അതേല്ലേ, കൊള്ളാമല്ലേ. ഇവിടുത്തെ വണ്ടി സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് പത്തുണ്ടോ, ഫുൾ ടൈം ഉണ്ടോ? ആഹാ, ഞാൻ വണ്ടി എന്നാലും രാവിലെ ഇല്ലായിരിക്കും നോക്കുന്നത്, നടന്നിടുമോ? അതേല്ലേ, ആഹാ. വണ്ടി അങ്ങേറ്റത്തല്ലേ, ഇവിടെ തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഓക്കെ നേട്ടാ, താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി കിടക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എറണാകുളം പോവാണ്. ഞാൻ നടന്നെങ്കിൽ പോയി വരുന്നു, വണ്ടി ഇല്ലായിരിക്കുന്ന ഓർത്ത്. പക്ഷേ രാവിലെ വണ്ടി സർവീസ് ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നിർത്തി വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പം പറയാം. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ആദിക്കുട്ടൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയുക എന്ന് എനിക്കറിയില്ല. റിസൾട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എം ആർ ഐന്ന് പോട്ടെ CT സ്കാൻ എടുത്തത്. രാത്രിയിൽ ഒരുപാട് സമയം ഇങ്ങനെ അവനെ കൊണ്ടുപോയി തിരിച്ചു നിൽക്കാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. അത്രത്തോളം പാടായിരുന്നു. അവനവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ അവന് മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുത്ത് ഒരു തരത്തിൽ രാത്രിയിൽ ഒരു 1-1:30 ആയപ്പോഴത്തേക്കും നമ്മൾ CT സ്കാൻ എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിന്നെ എപ്പോഴും അവൻ്റെ രാത്രി മുഴുവൻ പനിയായിരുന്നു. വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട്. എന്തുവെന്നറിയില്ല. പനി കുറയും, അവൻ ആക്റ്റീവാകും, പിന്നെയും പനി കൂടും, അവൻ തളരും. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. രാവിലെ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് എനിക്ക് ഇവിടുന്ന്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ആദ്യക്കുട്ടിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി. ഏതാണ്ട് 35 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തി. 6:50 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഒരു മണിക്കൂർ മിച്ചം എടുക്കുമെന്നാണ്. 1 മണിക്കൂറെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 1.25 മണിക്കൂറാണ് കണക്കാക്കിയത്. വൈകുന്നേരമാണ് നോക്കിയത്. രാവിലെ ആയപ്പോഴത്തേക്കും ഒരു 39 മിനിറ്റേ കാണിക്കുന്നുള്ളായിരുന്നു. പക്ഷേ അതിലും പെട്ടെന്ന് എത്തി കേട്ടോ. ഒരു 35 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി ഞാൻ ഹോസ്പിറ്റലിലോട്ട് കയറി പോവാണ്. വണ്ടി പാർക്ക് ചെയ്തു. അവിടെ ഷേണായിസ് കയറുന്ന ബോർഡൊക്കെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നാളെ കാണിച്ചതാണ്. ചെറിയൊരു ക്ലിനിക്ക് പോലെയാണ്. പക്ഷേ എന്നാലും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമാണ്. നമ്മൾ എന്താ പറയുക, കേരളത്തിലുള്ള ഒരുപാട് ആൾ, കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഷേണായിസ് കെയർ ഇതുണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ. ഇതുപോലെ ഇത്രയും 3-4 നില ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഡെവലപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ആളുകളൊന്നും വന്നിട്ടില്ല. എന്നാലും ആളുകളുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവും. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടു, തിരിച്ചു വന്നു. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് പോയിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മെഡിസിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഈ പ്രാവശ്യം വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി എന്തോ 10 ദിവസം സമയം എടുക്കും അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 കയ്യിലും കുത്തിയിട്ടുണ്ട്. ഒരു കയ്യിൽ 2 കയ്യിലും ബ്ലഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ചെന്നപ്പോൾ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം നോർമലാണ്, എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ഉള്ളതാണ്. പിന്നെ രണ്ടാമത് ഇപ്പോൾ പോരാ നേരത്തെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കുമാണ് ഇപ്പോൾ വേറെ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അത് അടുത്ത പ്രാവശ്യം ഇനി അടുത്ത മാസം, എല്ലാ മാസവും കൃത്യം 30 ദിവസം കൂടുമ്പോൾ നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കണം. എന്തായാലും കാണുന്നതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് തന്നെയുള്ള എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കുറേ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ആദിക്കുട്ടനെ അടുത്തേക്ക് കയറി പോവുകയാണ്.
ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കകത്തുനിന്ന്. അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഡ്രസ്സൊന്നും അവന് ആവശ്യമില്ല, എന്നാൽ പോലും 1-2 എടുത്ത് വെച്ചേക്കുവാണ്. കാരണം ഇന്നലെ തന്നെ ഒരു 3-4 ഡ്രസ്സ് അവന് ഇങ്ങനെ എപ്പോഴും യൂറിൻ പാസ് ചെയ്തും അറിയാതൊക്കെ യൂറിൻ ഇങ്ങനെ അവിടെ കിടന്ന് പേടിച്ച് കിടന്ന് കരഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. അതായത് അവർക്ക് ബലം പിടിക്കുകയും മരുന്ന് കൊടുക്കാനായിട്ടും അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ കരഞ്ഞും കാറിയൊക്കെ അങ്ങനെ യൂറിനൊക്കെ ഇടയ്ക്ക് പാസ് ചെയ്യും, സ്റ്റൂള് പാസ് ചെയ്യും, ആൻറ്റിബയോട്ടിക്ക് പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട് രാത്രിയിലൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ഇടാനായിട്ട്. അതിൻ്റെ ആവശ്യമില്ല, അവർ തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അവന് ഭയങ്കര ക്ഷീണമാണ്. സത്യം പറഞ്ഞാൽ രാവിലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നാൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും, അതുപോലെയാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടപ്പിച്ചിട്ടില്ല അവന്. ഇവിടെ വന്നേ പിന്നെ ഉറങ്ങിയിട്ടില്ല, വന്നേ പിന്നല്ല 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്നലെയാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പനിച്ച ദിവസം. ഭയങ്കര പനിയായിരുന്നു. മരുന്നൊന്നും കൊടുത്തിട്ട് പനി കുറയുന്നില്ലായിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്തു, അല്ലാതെ സിറപ്പ് കൊടുത്തു, ഒരു 2-3 കൂട്ടം മരുന്നുകൾ മാറി കൊടുത്തു. ഈ മരുന്നൊന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവർ വെള്ളം നനച്ച് തുടച്ചുകൊണ്ട് അവരോട് കൂടി വന്നിരുന്ന് രാത്രി തുടയ്ക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ടിരിപ്പുണ്ട്. അന്നേരം മുഖമൊക്കെ മൊത്തം ഇടിമ്പിച്ച് ഒരു കോലമായിട്ടിരിക്കുകയാണ്. ഞാൻ കയറി ചെന്നിട്ട് കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അവന് ഒരു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ ഒക്കെ മേടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത്. എന്നോട് പറഞ്ഞ് കാറ് മേടിച്ചുകൊണ്ട് വരണം, ബൈക്ക് മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. ഇപ്പോൾ ഈ ഒരവസ്ഥ ആയതുകൊണ്ട് ആ പിടിവാശിക്ക് നമ്മളൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ അതിന് മേളിൽ ചെന്നിട്ട് കാണാം. അതെ കൂട്ടാ, നമ്മുടെ ആദ്യക്കുട്ടിന് ഇപ്പോഴും പനിയുണ്ട്. പനിക്ക് ഒരു മരുന്ന് ഇപ്പോൾ കൊടുത്തു, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ നേരത്തെ കൊടുത്തതാണ്. ഇഞ്ചക്ഷന് സമയമായില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനൊന്നും അന്നേരം പറ്റിയില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അന്നേരം ഇപ്പോൾ ഇവന് പനി ഇച്ചിരി ഇടയ്ക്ക് കൂടിയിട്ട് ആവി പിടിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവനിപ്പോൾ ഇത്ര നേരം ഓടിക്കളിച്ചൊക്കെ നടക്കുമായിരുന്നു ഒരു മണിക്കൂറായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ട്. പനി നല്ലപോലെ കൂടി കഴിയുമ്പോഴത്തേക്ക് ആശാൻ പിന്നെയും സ്ലോ ആകും, പിന്നെ അവിടെ കിടക്കും. അപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഒരു കളിപ്പാട്ടമൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്താണ്. എന്നോട് വിളിച്ച് പറഞ്ഞ് എനിക്ക് കാറ് വേണം, ബൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കാറ് മേടിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇത് വലിയ കഴുപ്പൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഓണാക്കി കാണിച്ചത് കേട്ടോ, നിങ്ങളെല്ലാവരും ഓണാക്കി കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരുമായിരുന്നു. എന്തായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിക്ക് ഭയങ്കര പനിയായിരുന്നു. ഇന്നിപ്പോ ഉച്ചയ്ക്ക് മരിച്ചു, പിന്നെ ഇപ്പോഴാണ് മരിക്കുന്നത് അല്ലേ? ഉച്ചയ്ക്ക് മരിച്ചു, ഇപ്പോൾ ഉച്ചയ്ക്ക് മരിച്ചു, ഇപ്പോൾ പനിച്ചു. ഇപ്പം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു മെഡിസിൻ്റെ രാത്രി അത്രയും പനി, രാത്രി ഭയങ്കര പനിയാണ്. അതെ അതെ. ഫുള്ള് എന്നിട്ട് സിസ്റ്റർമാരുടെ കൂടി വന്നിട്ട് തുടയ്ക്കുമായിരുന്നു. കാരണം നമ്മൾ തന്നെ ഇന്ന് സമ്മതിക്കുകയില്ലായിരുന്നു തുടയ്ക്കാനായിട്ട്. ലാസ്റ്റ് ബലം പിടിച്ച് തുടയ്ക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് തുടയ്ക്കാനാണെങ്കിൽ അവൻ നിന്ന് തന്നു. അവൻ്റെ വണ്ടി താഴെ പോയി, ഞാൻ എടുത്തു തരാം. അതാണ് മെയിന. അപ്പം എടുത്തു തരാം. ഇതിൻ്റെ കീഴം കണ്ടുണ്ട് കുഞ്ഞെ. എൻ്റെ പൊന്നെ, അതിൽ പോയി ഈശ്വര വേണ്ട കിടക്കും എൻ്റെ വണ്ടി. ഇതിലൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത് കേട്ടോ. ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ കൊടുത്താൽ പോലും കുടിക്കണമെങ്കിൽ വണ്ടി വേണം. തീർന്നോ? പനിയാണ്. ഇച്ചിരി നേരം അടങ്ങി കിടക്കാവോ അവിടെ? പനി പോയോ? രാവിലത്തെ ഇരട്ടി വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പൊ. കാരണം വന്നപ്പോഴത്തേതും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പനിയുടെ, അതായത് ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പനിച്ച് രാത്രി ഇന്നലെ രാത്രിയാണ്. എന്നാപ്പാ എച്ചായ എന്നും പറഞ്ഞ ഈ വിളിയൊന്നും നല്ലപോലെ കേട്ടിട്ട് എത്ര നാളാണ്. രാവിലെ എന്നാ വീഡിയോ കാണിച്ചു, കൊച്ചിന് വണ്ടി കാണിച്ചു. ആണല്ലേ? വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വണ്ടി കേട്ടോ കൊച്ചിന്റെ. പോലീസ് വണ്ടി, കൊച്ചിന്റെ പോലീസ് വണ്ടിയുണ്ട്, തോക്കും ഉണ്ടല്ലേ? തോക്ക് കാണിക്കണോ? തോക്ക് കാണിക്കണം. കൊച്ചിന്റെ തോക്ക്. ഓക്കെ. എൻ്റെ ദൈവമേ, അതിന്റെ ഭരിക്കുന്നതൊക്കെ ലിവറൊക്കെ പോയി നിമിഷം നേരം കൊണ്ട് അല്ലേ?
അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ആദ്യക്കൂട്ട നമുക്കൊരു ടാറ്റാ ബൈ പറയാം. ഒത്തിരി നാളായില്ലേ ടാറ്റാ ബൈ. ഉമ്മയും കൊടുത്താല് എന്റെ തരുവ. അപ്പോ ഇനിയും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ബ്ലഡ് കൾച്ചർ റിസൾട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു റിസൾട്ട് വന്നു, CT സ്കാൻ എടുത്തതിന്റെ റിസൾട്ട് വന്നു കേട്ടോ. അതിനകത്ത് ഡോക്ടർ വന്നപ്പോ അതെ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കഫക്കെട്ട് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ എക്സ്റേ കണ്ട് പേടിച്ച പോലെ ഒന്നുമില്ല. അതെ അതെ. അപ്പോൾ എന്തായാലും ഇനി വരാനുള്ള ബ്ലഡിന്റെ കൾച്ചർ റിപ്പോർട്ടാണ് വരാനുള്ള. ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പനിയുള്ളപ്പം ഇനി സിറപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ആന്റിബയോട്ടിക് ഉണ്ട്, അത് പോകുന്നുണ്ട് കൃത്യമായിട്ട്. അതെ, ഇപ്പൊ നമ്മൾ 3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. സ്വിച്ച് ഇടുവാണോ? ഓക്കെ, TV ഒക്കെ എന്തുവാണ് കേട്ടോ. TV ഓണാക്കി ഇനി അവിടെ ഇരിക്കുക കേട്ടോ. ഓക്കെ, എന്നാ റിമോട്ട് തരാം. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുകയാണ്. അവനാണ് രാജാവ്, അവൻ ആജ്ഞാപിക്കും, കേൾക്കും. അതെ, കണ്ടു കേട്ടോ. കണ്ട്. അപ്പൊ ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് കൾച്ചർ റിപ്പോർട്ടോട് വന്നിട്ട് എന്താന്ന് പറയാതെ ഒന്നും കാണൂലായിരിക്കും വിചാരിക്കുന്നു. അതെ, ഇപ്പം എന്തായാലും പനി ഇത്രയും കുറഞ്ഞല്ലോ. ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു. ഇന്നത്തെ ഇപ്പം കുഴപ്പമൊന്നും വരിക എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.